നമ്മളിന്ന് നിൽക്കുന്നത് കനോലി പ്ലോട്ട് ടീക്ക് പ്ലാന്റേഷനിലാണ്. നിങ്ങൾക്ക് ആ ബോർഡ് കാണാൻ പറ്റും. കനോലി എക്കോ ടൂറിസം സെൻറ്റർ എന്നാണ് ഈ സെൻറ്ററിൻ്റെ പേര്. ഞാൻ അഖിടക് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എൻട്രൻസ് കയറി വന്നു. ഇപ്പം നിൽക്കുന്നത് നമ്മളിവിടെയാണ്, ഈ എൻട്രൻസ് ഗേറ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ നടന്നിട്ട് നമ്മളുടെ ആ ഓപ്പൺ ഓഡിറ്റോറിയം കഴിഞ്ഞ് ആ ജംഗ സർവീസ് ആ മുകളിൽ വേ ടു കനാലി കാണാം. അവിടെ നിന്ന് ഈ നക്ഷത്ര ഗാർഡൻ കണ്ടു, ബട്ടർഫ്ലൈ കണ്ടു, ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ നടക്കും. വീണ്ടും ഇവിടെ വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഫ്ലവർ ഗാർഡൻ കാണും, ഈ മെഡിസിനൽ ഗാർഡൻ കാണും, പിന്നെ കഫറ്റീരിയ പോവും. പിന്നെ നമ്മളുടെ റിവർ ഹാൻഡ് റെയിൽ ചെന്ന് നിൽക്കും, അതായത് ആ സംഗമ സ്ഥലത്ത് പോയി നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടങ്ങി നോക്കാം നമുക്ക്. നമ്മൾ മാപ്പ് കണ്ടു, ഇനി നമ്മൾ നടന്നു തുടങ്ങാൻ പോവുകയാണ്. നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്ത് വേണം ഡിഫൈൻ ചെയ്ത് നമ്മൾ നേരെ പോയിട്ട് റൈറ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ ഒരു ചെറിയ ചെറിയ പഴയ ബിൽഡിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇപ്പം ഉപയോഗശൂന്യമാണ്, കാണാൻ പറ്റും. അവിടെ ഒരു മരത്തിൻ്റെ ഗോഡൗൺ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെയാണ് ശരിക്കും കനോലി പ്ലോട്ടിലോട്ടുള്ള ജംഗ സർവീസ് ഉണ്ടായിരുന്നത്. പണ്ടൊക്കെ തന്നെ 80 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്. ഇപ്പം ആക്സസ് ഇല്ല, ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത പോർഷനോട്ട് പോയി നോക്കാം. ഇത് നക്ഷത്രവനം. ഉള്ളോട്ടൊന്ന് കയറി നോക്കാം. മലയാളത്തിൽ ഓരോ നാളുകളുണ്ട്, അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ ഓരോ നാളിനും ഓരോ മരം റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസിൽ അവർ ഓരോ നക്ഷത്രത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ മരങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വിശാഖത്തിന് വയ്യം കൈത, ചോതിക്ക് നീർമരുത്, ചിത്തിരയ്ക്ക് കൂവളം, അങ്ങനെ എല്ലാ നക്ഷത്രത്തിനും മരങ്ങൾ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ. അത് തുടർന്ന് കയറി നോക്കാം. നമുക്ക് ബട്ടർഫ്ലൈസിന് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈസ് എല്ലാം. ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഇനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഏതൊക്കെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് വന്നാൽ കാണാൻ തോന്നുന്നു. എങ്ങനെയാണ് ഇവിടെ വരുന്നത് നമുക്കറിയില്ല. ഇത് നടന്നു നോക്കാം. ആയിരത്തി 1840 മലബാർ ഏരിയയുടെ കളക്ടറായിരുന്ന മിസ്റ്റർ R.V. കനോലിയുടെ പേരിലാണ് ഈ ഒരു പ്ലാന്റേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അക്കാലത്ത് ഈ ഒരു പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ തേക്കുകൾ ഇവിടെ തൈ നട്ടുപിടിപ്പിക്കും, അത് വെട്ടും, അത് വിൽക്കും. അങ്ങനെ വാണിജ്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 1865 ആകുമ്പോഴേക്കും ഇത് ഭയങ്കര ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്ലാന്റേഷനായിട്ട് മാറി. ഓക്കെ, നമ്മളുടെ കോഴിക്കോടുള്ള ഒരു ഉരുവിനൊക്കെ മരം കൊണ്ടുപോകുന്ന ആക്ച്വലി നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്ക് അല്ലാതെയും വളരെ വളരെ ഫേമസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ കാഴ്ചകൾ കാണാൻ നോക്കാം. പിന്നെ നമ്മളുടെ ആ ഉരുവിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്ത വീഡിയോ എൻ്റെ ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴത്ത്. അതും കൂടെ കാണാം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന ബിൽഡിങ്സാണ്. ഇപ്പോൾ കണ്ടത് വർക്ക്ഷോപ്പായിരുന്നു. ഇത് വിനീർ മില്ലായിരുന്നു. ഇപ്പോൾ ഒന്നും ഫങ്ഷനിങ് അല്ല, കണ്ടാൽ മനസ്സിലാവും, കുറേ കാലമായി ഉപയോഗിച്ചിട്ട്. അങ്ങനെ 2 വിനീർ മില്ലിൻ്റെ സ്പേസസ് ഉണ്ട്. ഒരു 10 മീറ്ററെങ്കിലും വീതിയുള്ള ഏകദേശം 80 മീറ്ററോളം നീളമുള്ള സ്ട്രക്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിനും അല്ലെങ്കിൽ ഈ ഒരു വിനീർ സ്റ്റോറിനും വിനീർ മാനുഫാക്ചറിങ്ങിനായിട്ട് കാണാൻ പറ്റുക. ഇത് ഇവരുടെ ക്യാൻറ്റീനായിരുന്നു. ഈ ഒരു ലെങ്ത്തിൽ, നമ്മൾ നടക്കുന്ന ലെങ്ത്തിൽ ഏറ്റവും അവസാനത്തെ ബിൽഡിംഗ് ആയിരുന്നു ഇത്. നമുക്ക് എവിടെ നോക്കിയാലും തേക്കുകളെ കാണാൻ പറ്റുന്നുള്ളൂ. മെയിൻ പ്ലാന്റേഷൻ ചായപ്പുഴയ്ക്ക് അക്കരെയാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ഓർണമെൻ്റൽ ഗാർഡൻ. ആ ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതിൻ്റെ എല്ലാം തുടക്കം തോന്നുന്നു ഏകദേശം 2023 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ആ ബോർഡിൽ അവിടെ കാണാൻ കഴിയും. ഈ പ്ലാന്റ്സ് എല്ലാം പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതൊരു ശരിക്കുള്ള ഓർണമെൻ്റൽ ഗാർഡനായിട്ട് മാറുകയുള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് ഹെർബൽ ഗാർഡൻ. ഇതും 2023 തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഔഷധ ചെടികളും വളരെ ചെറിയ സൈസിലാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ മുക്കൂറ്റി, കറുക, വേമ്പാട, മുഞ്ഞ, അങ്ങനെ നമ്മൾ ആ ഹെർബൽ ഗാർഡൻ നേരെ പോകുന്നത് ചാലിയാർ കുതിരപ്പുഴ സംഗമത്തിലോട്ടാണ്. നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർക്ക് കാണാൻ പറ്റും. ഈ സംഗമത്തിലോട്ട് നടക്കുന്ന വഴിയിലാണ് ഈ ഒരു കഫറ്റീരിയ ഉള്ളത്. ഇന്ന് സൺഡേ ആണ്, ആൾക്കാർക്ക് വരുന്ന ദിവസമാണ്. ഡിസംബർ 31 ആണ്. എന്നിട്ട് പോലും ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നമ്മൾ കാണുമ്പോൾ. ഇലമ്പലേരി ഹിൽസിൽ നിന്നും നീലഗിരി മൗണ്ടൻസിൽ നിന്നൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന
ചാലിയാർ പുഴയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഏകദേശം 169 കിലോമീറ്റർ ഉണ്ട് ആ പുഴയുടെ നീളം. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ അത് ഒഴുകുന്നുണ്ട്. ഇവിടെ നമ്മളുടെ കുതിരപ്പുഴയുടെയും ആ കാണുന്ന വലതുവശത്ത് നമുക്ക് കാണാൻ പറ്റും, കുതിരപ്പുഴയുടെയും ചാലിയാറിൻ്റെ ഒരു സംഗമ സ്ഥലമാണത്. അങ്ങനെയാണ് മാപ്പിലും കാണുന്നത്. നമുക്കത് കാണാൻ പറ്റും. ഇവിടെ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സ്പേസ് ആണത്, പക്ഷേ അതിൻ്റെ ഏറ്റവും മിനിമം രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഈ ചാലിയാർ പുഴയ്ക്ക് അപ്പുറമാണ് ശരിക്കും കനോലി പ്ലോട്ടുള്ളത്. തേക്കുകൾ ആക്ച്വലി പ്ലാന്റ് ചെയ്തിരിക്കുന്നത്, മേജർ പാർട്ട് ഓഫ് പ്ലാന്റേഷൻ ഈ ചാലിയാർ പുഴയ്ക്ക് അപ്പുറമാണ്. ശരിക്കും നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു 10 വർഷം മുൻപ് വരെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അത് ശരിക്കും നമുക്ക് ഇപ്പോൾ അങ്ങോട്ടുള്ള വഴി ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. നമുക്കത് കാണാൻ പറ്റുമോ നോക്കാം. ആ സംഗമം കഴിഞ്ഞ് വരുമ്പോൾ നേരത്തെ കണ്ട ഒരു 80 മീറ്റർ ബിൽഡിങ്ങിന് പാരലായിട്ടുള്ള ബിൽഡിങ്സ് നമുക്കവിടെ കാണാൻ കഴിയും. ഏകദേശം ഒരു 50+ അവിടെ ഒരു മരത്തിൻ്റെ ഗോഡൻ പോലുള്ള സ്പേസും കൂടി ഉണ്ട് അവിടെ. ശരിക്കും അപ്പുറത്തുള്ള ചാലിയാർ ബ്രിഡ്ജിന് അപ്പുറത്തുള്ള, ചാലിയാർ നദിക്ക് അപ്പുറത്തുള്ള പ്ലാന്റേഷൻ വുഡ് കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് പ്രോസസ്സ് ചെയ്യാറുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഏകദേശം 1000 പേരെങ്കിലും ഒരു ദിവസം വരുന്ന ഒരു സ്പേസാണ് ഈ പറഞ്ഞ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ഏകദേശം 40,000 രൂപയെങ്കിലും ഒരു ദിവസം വരുമാനം ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു റൂട്ടോ ഒന്നും ഇവിടെ ഇല്ല. ആകെപ്പാടെ ഒരു സംഗമം മാത്രമേ ഇവിടെ വൃത്തിയായിട്ട് ഡിഫൈൻഡ് ആക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം വളരെ റാൻഡംലി, വളരെ കെയർലെസ്ലി പ്ലേസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇവിടെ തന്നെ ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാനറെ വിളിച്ചോ അതൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് ക്ലിയർ ആക്കി വെച്ചിരുന്നെങ്കിൽ വരുന്ന സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇനിയെങ്കിലും ഇതിൻ്റെ അതോറിറ്റി കുറച്ചും കൂടെ കൺസേൺഡ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ്. നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും വരിക, കാണുക ഈ സ്ഥലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.